ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിയ കർത്താദാസനെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ നടത്തും ആ പൊന്നുകരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നുകരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഓരോ നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഓരോ നാളും മന്ദമാകില്ല. ഹല്ലേലൂയ പാടിയിടും അഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ഇമ്പസ്വരത്താൽ നയിച്ചതിനാ. ഹല്ലേലൂയ പാടിടും അഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേലൂയ പാടിടും ഇമ്പസ്വരത്താൽ നയിച്ച. ഒരു പ്രാവശ്യം കൂടെ പാടാം. ഹല്ലേലൂയ പാടിടും അഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേലൂയ പാടിടും ഇമ്പസ്വരത്താൽ നയിച്ചതിനാ. കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോർജ് മാത്യു, ഈ സഭയുടെ സീനിയർ ശുശ്രൂഷകൻ പാസ്റ്റർ സോമൻ, ഈ സഭയുടെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന സെക്രട്ടറി, അങ്ങനെ കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, വിശേഷാൽ ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സോമൻ പാസ്റ്ററുടെ മാതൃസഭയുടെ ശുശ്രൂഷകൻ എൻ്റെ അങ്കിളാണ്. കുറേയേറെ വർഷങ്ങളായി ആ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. ആ ഫാമിലിയെക്കുറിച്ച് കാണാനും ആ ഫാമിലിയിലുള്ള പലരെയും പരിചയപ്പെടാനും ഒക്കെ ഉള്ള അവസരങ്ങൾ എനിക്കും കർത്താവ് തന്നു. എന്നാൽ ദാൻ സ്റ്റേറ്റ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഒന്ന് കാണാൻ പറ്റിയില്ല. എല്ലാം ദൈവനിശ്ചയം. ഈ സഭയിലുള്ള പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കുമ്പോൾ പ്രിയ കർത്താവിൻ്റെ ദാസൻ ജോൺസ് ചായൻ, അതുപോലെ ബ്രദർ നിജോ, അങ്ങനെയുള്ള മുഖങ്ങളെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ കായംകുളത്തായിരിക്കുമ്പോൾ പ്രിയ ജോൺസ് ചായൻ്റെ ഫാമിലിയുമായിട്ട്, തൻ്റെ ഷൈനി സിസ്റ്ററുടെ ഭവനമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ പുലർത്താൻ ദൈവം എനിക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഓർക്കുകയാണ്. കുറേയേറെ വർഷങ്ങൾക്ക് മുൻപ്, എനിക്ക് തോന്നുന്നു 2012 എൻ്റെ ബ്രദറിലോ ഈ സഭയുടെ ഒരു അംഗമായിരുന്നു, ബ്രദർ പൗലോസ്. നിങ്ങളിൽ ആർക്കറിയുമെന്ന് എനിക്ക് അറിവില്ല. ഈ സഭയുടെ ഭാഗമായിരുന്നു. അന്നത്തെ കാലങ്ങളിൽ ഈ സഭയെക്കുറിച്ച് പറയുകയും കേൾക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നന്ദിയോടെ ഓർത്ത്
ആ ഭാഗങ്ങൾക്കെല്ലാം ഞാൻ വിരാമമിട്ട് എന്നെ കർത്തൃദാസൻ പരിചയപ്പെടുത്തിയല്ലോ. എൻ്റെ പേര് സുനിൽ സ്കറിയ. എൻ്റെ സ്വന്തം ദേശം നിലമ്പൂരിലൊരു കൊച്ചു ഗ്രാമം. കഴിഞ്ഞ വർഷം ഈ വയനാട്ടിലുണ്ടായ വലിയ ദാരുണമായ സംഭവത്തിൻ്റെ ഭാഗമായി ഡെഡ് ബോഡി കുറേ വന്നടിഞ്ഞ ഒരു സ്ഥലമുണ്ട് നിലമ്പൂരിൽ. പോത്തുകൽ എന്ന് പറയുന്ന ഒരു സ്ഥലം നിങ്ങളുടെ ടി വികളിലൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ടാവും. അതാണ് എൻ്റെ നിയർ പ്ലേസ്. കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ പല സ്ഥലങ്ങളിൽ ശുശ്രൂഷിച്ച് ഇപ്പോൾ തൃശ്ശൂരിൽ മാറ്റാമ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് വിയൂർ ജയിലിനോട് മാറി ഒരു 3 കിലോമീറ്റർ മാറി മാറ്റാമ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയിലായിരിക്കും. ഒരുപാട് പഴക്കവും തഴക്കവും ഒന്നും പറയാൻ എനിക്കില്ല. ഈ വർഷമാകുമ്പോൾ 25 വർഷം കർത്താവിൻ്റെ വേലയിൽ ആയിട്ട് ഈ 25 വർഷവും ദൈവം വളരെ അതിശയകരമായി എന്നെയും ഞങ്ങളുടെ കുടുംബത്തെയും ദൈവം നടത്തി. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മകൻ +2 പഠിക്കുന്നു, മകൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു യാഥാസ്ഥികമായിട്ടുള്ള ഒരു മർത്തോമ കുടുംബത്തിലാണ് എൻ്റെ ജന്മം എങ്കിലും വളർച്ചയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഒരു വിശ്വാസാനുഭവത്തിലൂടെയായിരുന്നു. അതുകൊണ്ട് ഒരുപാട് വലിയ സാക്ഷ്യങ്ങളൊന്നും പറയാനായിട്ടില്ല. കാരണം ജന്മം കൊണ്ട യാഥാസ്ഥികമായൊരു മർത്തോമ കുടുംബത്തിലാണെങ്കിലും ഒരു ആത്മീക പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിലായിരുന്നു ഞാൻ ജനിച്ചത്. അതിനുശേഷം എൻ്റെ അമ്മ വിശ്വാസത്തിലേക്ക് കാൽ സ്റ്റെപ്പ് എടുത്ത് വെച്ചു. അമ്മയുടെ കൂടെ ഞങ്ങളും ആ ആലയത്തിലേക്ക് പോയി. എന്നാൽ എൻ്റെ കൊച്ചു പ്രായത്തിൽ 12ാമത്തെ വയസ്സായപ്പോൾ ആത്മാവിൽ നിറയാനും സ്നാനപ്പെടാനും ദൈവവചനത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ജീവിക്കാൻ ദൈവം എനിക്ക് പ്രാപ്തി തന്നു. അതുകൊണ്ട് ചെറുപ്രായത്തിലെ അന്നത്തെ ആവേശത്തിൽ വചനം പഠിക്കാനും അതിനുശേഷമുള്ള സമയങ്ങൾ കർത്താവിൻ്റെ വേലയിൽ നിൽക്കാനും ദൈവം എന്നെ സഹായിച്ചു. ഓർക്കുമ്പോൾ എന്നെ കൂടെ പ്രാർത്ഥനയിൽ ഓർക്കണം. ഈ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഈ രാജ്യത്തിൽ വരാനും പല സഭകളിൽ ശുശ്രൂഷിക്കാനും പല പ്രിയപ്പെട്ടവരുമായി പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം അവസരം നൽകി. എല്ലാം ഒരു നല്ല അനുഭവമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു. അതിന് ദൈവസഭ ദോഹ ചർച്ച് ഓഫ് ഗോഡ് ഒരവസരം ഒരുക്കി. എല്ലാം നന്മയ്ക്കായിട്ട് തീരട്ടെ. ദൈവം സഹായിക്കട്ടെ. നിങ്ങളോട് സംസാരിക്കുവാൻ എന്നെ ഏൽപ്പിച്ച മിഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന ചില ആലോചനകൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് എന്നിൽ നിക്ഷിപ്തമായ സമയത്തിനുള്ളിൽ വേഗത്തിലിരിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നമ്മുടെ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. സന്തോഷത്തോടെ ഒന്നുകൂടെ ശക്തി ഒന്നുകൂടെ പറ്റുമെങ്കിൽ കർത്താവ് സഹായിക്കട്ടെ. മിഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തോട് ഊന്നി സംസാരിക്കണമെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ എന്നെ അറിയിച്ചപ്പോൾ ഒരുപാട് ചിന്തകൾ ഒന്നും പറയാനില്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു ശുശ്രൂഷിക്കാനൊരവസരം ഈ സഭ എനിക്ക് ഒരുക്കുമ്പോൾ ആ ഒരുക്കപ്പെടുന്ന സഭകളിലെല്ലാം ദൈവം അറിയിക്കുന്ന ഒരാലോചന അറിയിക്കണം എന്നൊരു നിയോഗമായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷേ നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ആ ഒരു ചിന്ത ചെറിയതായി നിങ്ങളിൽ എത്തിക്കാൻ ഞാൻ പരിശ്രമിക്കുകയാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ദൈവവേലയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ആ എഫേർട്ട്, സ്തോത്രം. നിങ്ങളിൽ കർത്താവ് ഏൽപ്പിച്ച ആ വലിയ ദൗത്യം അതിൻ്റെ കൃത്യതയോടും വ്യക്തതയോടും വൈമനസ്യം കൂടാതെ നിങ്ങളിലൂടെ ദൈവം ചെയ്യുമ്പോൾ അനേകർക്ക് അത് ക്രിസ്തുവിനെ അറിയാനുള്ള ഒരു മുഖാന്തരമായി തീർന്നിട്ടുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ പുകഴ്ചയ്ക്ക് സ്തോത്രം.
ഒന്നുകൂടെ ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ആധാരമായി യെശയ്യാ പ്രവചനത്തിലെ ഒരു വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ഓടിച്ച് കടത്തിവിട്ട ചില ഭാഗങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സുപരിചിതമായൊരു ഭാഗം യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയൻ ഇതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ആ വാക്യം ഇവിടെ ഡിസ്പ്ലേയിലുണ്ട്. ഗൾഫിലെ സിസ്റ്റം നല്ലതാണ്. ബൈബിൾ അബദ്ധവശാൽ മറന്നാലും ഡിസ്പ്ലേകൾ ഉള്ളതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാനിവിടെ വന്നപ്പോൾ ചിന്തിച്ചു, കുറേയേറെ സഭകളിൽ പോകാൻ ദൈവം അവസരം നൽകി. ഇതൊക്കെ കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അപകടമാണ്. അല്ലെങ്കിൽ തന്നെ ബൈബിൾ കൊണ്ടുവരികയില്ല. ഇത് ലൈവാണോ? അല്ല, സോറി. അല്ലെങ്കിൽ തന്നെ ബൈബിൾ കൊണ്ടുവരികയില്ല. കൊണ്ടുവരുന്ന ആശാന്മാരാണെങ്കിൽ ആരാധനാലയത്തിലിരുന്ന് തോണ്ട് കാണും. അപ്പം ഡിസ്പ്ലേകളുണ്ടെങ്കിൽ തീർന്നു ഇടപാട്. അതിവിടെ മതി എന്നെൻ്റെ ഉള്ളിൽ എനിക്കൊരു നിയോഗം തോന്നി. സ്തോത്രം. പക്ഷെ നിങ്ങളെ ഞാൻ ഞാൻ പോയിടത്തെല്ലാം ശ്രദ്ധിച്ചപ്പോൾ കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും കയ്യിൽ ബൈബിളുണ്ട്. അതൊരനുഗ്രഹമാണ്. അനുഗ്രഹമല്ലേ? അത് അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. എന്താ അനുഗ്രഹമാണെന്ന് പറയാൻ കാരണം എന്നറിയോ? ഈ 119-ാം സങ്കീർത്തനത്തിൻ്റെ 89-ാമത്തെ വാക്യത്തിലൊരു വാക്യമുണ്ട്. ഹോവേ, നിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും. ഇത് നമ്മുടെ കയ്യിലൊരു ചെറിയ പുസ്തകമായി ദൈവം കാലാകാലങ്ങളിൽ ഭക്തന്മാരിലൂടെ നമുക്ക് തന്നിരിക്കുമ്പോൾ, ഇത് ഞാനും നിങ്ങളും എടുത്തുകൊണ്ട് നടക്കുന്ന സമയം ഇത് ദൈവമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കാം. ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം. വചനം ആരേറ്റെടുക്കുമോ അവർക്ക് വിടുതലുണ്ട്. വചനം ആര് സ്വീകരിക്കുമോ അവർക്ക് ദൈവിക വിടുതൽ അനുഭവിപ്പാൻ കഴിയും. വായിച്ച വാക്യത്തിലേക്ക് വരാം. മിഷൻ എന്ന് പറയുന്ന ആ ഒരു പദം ഒരുപാട് ആഴമായി ചിന്തിക്കാതെ തന്നെ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു ദൗത്യം എന്നാണ് അതിൻ്റെ അർത്ഥം. മിഷൻ എന്ന് പറയുന്നത് ഒരു ദൗത്യമാണ്. കാലാകാലങ്ങളിൽ ദൈവം നമ്മളെയൊക്കെ വിളിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓരോ ദൗത്യങ്ങളുണ്ട്, അല്ലേ? ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് കർത്താവ് നമ്മളെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി വേർതിരിച്ചത് മുഴുവൻ. എവിടെയെങ്കിലും വന്ന് കൊട്ടിപ്പാടി ഒരന്യഭാഷയൊക്കെ പറഞ്ഞ് സ്തോത്രകാഴ്ചയൊക്കെ ഇട്ട് പോകുന്ന ഒരു പ്രവർത്തിക്കല്ല ദൈവം നമ്മളെ വിളിച്ചത്. അതൊരു ഭാഗമാണ്. മറിച്ച് ദൈവത്തിൻ്റെ ദൗത്യം നമ്മളിൽ ഏൽപ്പിച്ച് നമ്മളെ കർത്താവ് അയച്ചിരിക്കുകയാണ്. എന്താണ് ദൗത്യം? അത് ഞാൻ പറഞ്ഞ് വരുന്നതിന് മുൻപ് ചില ഭാഗങ്ങളിലൂടെ ഒന്ന് വേഗത്തിൽ ശാന്തമായിട്ട് പോകാം, അല്ലേ? ഇത് പറയുമ്പോൾ ശാന്തമായിട്ട് പറഞ്ഞില്ലെങ്കിൽ രക്ഷയില്ല. ഞാൻ വേറൊരു ദൂതായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ആവേശത്തിൽ പ്രസംഗിച്ചേരെ. സ്തോത്രം. ഇത് ശാന്തമായിട്ട് പോകാം. ഇപ്പം ഈ മിഷൻ എന്ന് പറയുന്ന ആ പദത്തിന് ദൗത്യമൊന്നും മാത്രമല്ല, നിയോഗം എന്നൊരർത്ഥം കൂടിയുണ്ട്. നിയോഗം, അല്ലേ? നിയോഗം. നമ്മൾ ചില സമയങ്ങളിലൊക്കെ പറയാറുണ്ട്, എനിക്കൊരു നിയോഗം വരുന്നു, പ്രാർത്ഥിക്കാനൊരു അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? അതൊരു നമ്മൾ വെറുതെ പറയുന്നൊരു പദമല്ല, അതൊരാത്മീക വാക്ക് തന്നെയാണ്, നിയോഗം. അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്, നിയുക്ത സംഘം എന്ന് പറയുന്നൊരർത്ഥം കൂടിയുണ്ട്. മിഷൻ ഇച്ചിരൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ നിയോഗത്തെക്കാളും നിയുക്ത സംഘത്തെക്കാളും ഏറ്റവും നല്ല ഒരു പദം ഞാൻ ആദ്യം പറഞ്ഞ പദമാണ്. എന്നിലൊരു ദൗത്യം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്.
ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വ ബോധ്യം നമ്മളിൽ എപ്പോഴെങ്കിലുമൊക്കെ വെളിപ്പെടുമ്പോഴാണ് അറിയാതെയെങ്കിലും അറിഞ്ഞുകൊണ്ടെങ്കിലും ഒരു വ്യക്തിയോട് യേശു എന്നൊരു പദം നാം ഉച്ചരിക്കുന്നത്. സ്തോത്രം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവകൃപ അനുഭവിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഉള്ളിൽ എപ്പോഴുമുള്ള ചിന്ത, എന്നെ രക്ഷിച്ച ദൈവത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അങ്ങനെ ആഗ്രഹമുള്ളവരുണ്ടോ? ഇന്ന് ഏറ്റവും കൂടുതൽ പരാജയം സംഭവിച്ചത് അനുഭവിക്കുന്നവർ സ്വന്തമായി അനുഭവിക്കുകയാണ്, മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ തയ്യാറല്ല, അവർക്ക് ആഗ്രഹമില്ല. ഇനി നമുക്ക് വേദപുസ്തകത്തിൻ്റെ 1-ാമത്തെ ഭാഗം തൊട്ട് പഠിച്ചാൽ, അത് ഞാൻ സഭയിൽ കൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. 1-ാമത്തെ ഭാഗം ദൈവത്തെക്കുറിച്ച് നാം പഠിച്ചു വരുമ്പോൾ ദൈവത്തിനുള്ള ദൗത്യം ഉണ്ടായിരുന്നോ? ദൈവത്തിന് ദൗത്യങ്ങൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ദൗത്യം എന്നാ? സൃഷ്ടിപ്പായിരുന്നു, അല്ലേ? അത് കൃത്യമായി ദൈവം ചെയ്തു. ആകാശവും ഭൂമിയും ഒക്കെ ദൈവം സൃഷ്ടിച്ചു. അതിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. 1-ാം അധ്യായം നിങ്ങൾ സവിസ്തരമായി വായിച്ചാൽ സൃഷ്ടിപ്പുകളെല്ലാം ദൈവത്തിലടങ്ങിയ ദൗത്യങ്ങളായിരുന്നു. അതിലൊരു വിഘ്നം ഉണ്ടായോ? ഒരു വിഘ്നവുമില്ല. എല്ലാം പഞ്ച്വലായിട്ട് ദൈവം ചെയ്തു. എന്നിട്ട് ദൈവം ഇതിൻ്റെയൊക്കെ സൃഷ്ടിപ്പിന് ശേഷം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ ദൗത്യവും ദൈവം കൃത്യമായി നിർവഹിച്ചു. എന്നാൽ ഈ ദൗത്യം മറ്റൊരാളിലേക്ക് ദൈവം പകരുകയാണ്. അതാരാണെന്ന് ചോദിച്ചാൽ 12-ാം അധ്യായത്തിൽ നാം കാണുന്ന അബ്രഹാം. ഉറക്കെ പറ. നിങ്ങളെന്നെ വീക്ഷിച്ച് നോക്കുന്നത് പുള്ളി എന്നാ പറഞ്ഞു വരുവാന്നല്ലേ? നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇടയ്ക്ക് സ്വോത്രം പറഞ്ഞില്ലെങ്കിലും നമുക്കിങ്ങനെ പറഞ്ഞു പോകാം, പക്ഷേ സ്വോത്രം പറയുന്നൊരു സുഖമാണ്, അല്ലേ? അതുകൊണ്ട് ഇടയ്ക്കൊരു സ്വോത്രം കൂടെ പറഞ്ഞേക്കണം. ദൈവം തന്നിൽ ഉണ്ടായിരുന്ന ദൗത്യം കൃത്യതയോടെ ചെയ്തു, അല്ലേ? കൃത്യതയോടെ ചെയ്തു, സൃഷ്ടിപ്പ് വരെ. അതിനുശേഷമുള്ളതും നമുക്കറിയാം. ആ ഭാഗമൊക്കെ ഞാൻ വിട്ടിട്ട് 12-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ദൈവം ഒരുവനിലേക്ക് ആ ദൗത്യം ഏൽപ്പിക്കുക. ഹല്ലേലൂയ. അവൻ്റെ പേരാണ് വിശ്വാസികളുടെ പിതാവായി നാം എപ്പോഴും പ്രഖ്യാപനം നടത്തുന്ന അബ്രഹാം, അല്ലേ? നമുക്ക് എപ്പോഴും ഒരു വ്യക്തിയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ നിസ്സംശയം കൂടാതെ എടുത്തു പറയാൻ പറ്റിയ ഒരു വ്യക്തി. അപ്പൻ്റെ മരണശേഷം, അല്ലേ, അവനെ ദൈവത്തിൻ്റെ ആ ഒരു ദൗത്യമേൽപ്പിക്കാൻ ദൈവം കാണുക. 12-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് ഡിസ്പ്ലേ ഇട്ടേര്, ബൈബിൾ മറിക്കുന്നതിന് മുമ്പ്. നിങ്ങൾ എടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്ത് എന്നാൽ, നീ നിന്റെ ദേശത്തെ, ചാർച്ചക്കാരെ, പിതൃഭവനത്തെ വിട്ടു പുറപ്പെട്ട്, അപ്പം ഞാനൊരു ദൗത്യം നിന്നെ ഏൽപ്പിക്കുകയാണ്. ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നിന്നെ വിടുക. സ്തോത്രം. ആ കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് പറയുന്നത് ഒരു കനാനിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. ഇതൊക്കെ നമുക്ക് സുപരിചിതമാണ്, നമ്മുടെ മൈൻഡ് സെറ്റിലുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനത് തൊട്ട് പോകുന്നത്. എന്നിട്ട് അബ്രഹാമിനോട് പറയുകയാണ്, നീ വിടേണ്ടത് വിടണം, ഞാൻ നിന്നെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യാൻ ആ നാടിനെ ലക്ഷ്യമാക്കി പോകണം. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, ഒരു വ്യക്തിയെ ദൈവം കണ്ടു കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, കാണിപ്പാനുള്ളതിനെ കുറിച്ചുള്ള അറിവ് കൊടുക്കുന്നു. ആ അറിവ് അവൻ മറ്റുള്ളവരിലേക്ക് പകരുന്നു. സ്തോത്രം. ഈ അറിവില്ലാതെ നാം യാത്ര ചെയ്താൽ ഒരിക്കലും നമുക്ക് ഈ ഇല്ലാത്ത അറിവ് മറ്റുള്ളവരിലേക്ക് പകരാൻ പറ്റില്ല. മനസ്സിലാകുന്നതുകൊണ്ടാണോ ഇങ്ങനെ ഇരിക്കുന്നത്? അതോ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ? ഇല്ല. അറിവുണ്ടായിരുന്നു അബ്രഹാമിന്. അറിവുള്ളത് കൊണ്ടാണ് ആ അറിവ് അനന്തരമായി വന്ന സകലത്തിന്മേലും അബ്രഹാം പറഞ്ഞൊപ്പിക്കുക, പറഞ്ഞങ്ങ് പഠിപ്പിക്കുക അവരെ. എന്നിട്ട് കർത്താവ് ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്കാണ് നിന്നെ ഞാൻ പറഞ്ഞയക്കുന്നത്. ആ ലക്ഷ്യബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എത്ര പോരാട്ടം നമുക്ക് വന്നാലും ആ ലക്ഷ്യത്തിലെത്താൻ നാം പരിശ്രമിക്കും.
അതുകൂടെ വിശ്വസിച്ച് സ്തോത്രം പറയണം കേട്ടോ. എന്താ ഇന്നത്തെ ആത്മീക ലോകത്തിൽ സംഭവിച്ചെന്നറിയാമോ? ദൗത്യം മറന്നു, ഉത്തരവാദിത്വം മറന്നു. അവനിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ആ പ്രവൃത്തിയിലേക്ക് ആ വ്യക്തിക്ക് വരാൻ കഴിയാതെ അവൻ എന്തൊക്കെയോ ചിന്തകളിലൂടെ ആ ദൗത്യത്തെ മറന്നോടുക. ഞാൻ ഇന്ന് ഈ പകലിൽ പരിശുദ്ധാത്മാവിലൊരു കാര്യം പറയാം. ആരൊക്കെ ദൗത്യം മറന്നാലും വിളിച്ച് നിന്നിൽ ദൈവമേൽപ്പിച്ച ദൗത്യം മറന്ന് അണുവിട ഇടത്തോട്ടും വലത്തോട്ടും മാറരുത് കേട്ടോ. ഈ ദൗത്യം കൃത്യതയോടെ ചെയ്യുമെന്ന് കരുതിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഞാൻ അത് പറഞ്ഞ് പുതിയ നിയമത്തിലേക്ക് വരുന്നതിന് മുൻപ് ഗലാത്യ ലേഖനത്തിലെ ഒരു വാക്യം എൻ്റെ മനസ്സിലൂടെ വന്നു പോയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആ ഭാഗമൊന്ന് എടുത്തിട്ട് ആ റെഫറൻസ് പറഞ്ഞ് ഒന്ന് വായിപ്പിക്കാം. ഗലാത്യ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം മുതൽ, എന്നാൽ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് നിങ്ങൾ അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും, ഒരു നല്ല സ്തോത്രം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയണം. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ, നല്ല പദം അല്ലേ? അതിന് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്യുന്നവർ അണ്ടർലൈൻ ചെയ്യണം. വിശേഷത കൊടുത്തിട്ടാണ് ആ പദം പറഞ്ഞത്. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞതിനേക്കാൾ വിശേഷതയാണ് ദൈവം നിങ്ങളെ അറിഞ്ഞത്. അതൊരു ഭാഗ്യമാണെന്ന് മനസ്സിലാക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ചില കുഞ്ഞുങ്ങൾ പറയാറുണ്ട്, ഈ ഭവനത്തിൽ ജനിച്ചു പോയല്ലോ, ഈ പെന്തിക്കോസ്തിൽ ജനിച്ചു പോയല്ലോ. നോ, അങ്ങനെ നീ പറയരുത് കേട്ടോ. ആരെയും അറിയാതിരിക്കുമ്പോൾ നിന്നെ അറിഞ്ഞു വിളിച്ചത് നിന്നെ ഒരു ദൗത്യം ദൈവത്തിന് ഏൽപ്പിക്കാനാണ് കേട്ടോ. എനിക്ക് യങ്സ്റ്റേഴ്സിനെ കാണുമ്പോൾ, ഞാൻ അത്ര യങ്ങാണെന്ന് ഞാൻ പറയുന്നില്ല, 45 കഴിഞ്ഞു, ഇപ്പോൾ ശരീരത്തിന് പ്രശ്നം തുടങ്ങി. എന്നെ കണ്ടാൽ നിങ്ങളൊരു 40-ന് പുറകിലെ പറയുള്ളൂ ഇല്ലേ? എന്നെ തുറിച്ചു നോക്കുന്നേ ഈ പുള്ളി തന്നെയാണോ എന്നാണ് അല്ലേ? സ്തോത്രം. എനിക്ക് യങ്സ്റ്റേഴ്സിനെ കാണുമ്പോൾ ഭയങ്കര ഒരു ത്രില്ല, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ. സ്തോത്രം. ഇവരിലൊക്കെ ഈ ദൗത്യത്തെ ഇപ്പോഴേ ദൈവദാസന്മാർ കൊടുത്തു കഴിയുമ്പോൾ നാളുകളിൽ ഇവർ പഠിക്കുന്ന സ്കൂളുകളിലും ഇവർ പഠിക്കുന്ന കോളേജുകളിലും ആ ദൗത്യം ഇവരിലൂടെ വെളിപ്പെട്ട് വന്നിരിക്കും. ദൗത്യമെന്ന് പറയുന്നത് ഒരു ഭാഗം മാത്രമല്ല പ്രിയമുള്ളവരെ. ഒരു സഭ നിങ്ങൾ ചെയ്യുന്ന ദൗത്യം ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ആ ദൗത്യത്തിനു വേണ്ടി പോകാനുള്ള സമയമില്ല. അതിന് നിങ്ങൾ ചെയ്യുന്ന മറ്റു പ്രവർത്തികളുണ്ട്. അതിലേക്ക് ഞാൻ വരാം. സ്തോത്രം. അത് പറയുന്നതിന് മുൻപ് എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലേ? ഇംഗ്ലീഷ് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പക്ഷേ എനിക്കിവിടെ വന്നപ്പോൾ ഒരു കാര്യം ഇവരെ പഠിക്കാൻ പറ്റി. ഇവർക്ക് ഇംഗ്ലീഷ് മാത്രമല്ല, ശരിക്കും മലയാളം അറിയാം. ഇവർക്ക് സൂപ്പർ മലയാളം. പേരൻസ് പറയുന്നത് എൻ്റെ കുഞ്ഞിന് ഇംഗ്ലീഷ് മാത്രമേ അറിയൂ. നോ, ഇംഗ്ലീഷ് കടിച്ചപ്പൊട്ടാത്ത ഇംഗ്ലീഷ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാത്തൊരു വേർഡ് അവൻ പറഞ്ഞു. അപ്പം ഞാൻ അവരുടെ പേരൻസിനോട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന തെറ്റാണ്, ഇവർക്ക് സൂപ്പർ മലയാളം അറിയാം. അയ്യോ, ചില പേരൻസിൻ്റെ എല്ലാം മുഖം വാടിയല്ലോ. എന്തോ പ്രശ്നമുണ്ടോ? നോ, കര ഉയർത്തി ദൈവത്തെ സ്തുതിക്ക്. നമ്മൾ മലയാളികളല്ലേ? നമ്മൾ പറയുന്ന മലയാളം അതിനേക്കാൾ 1 ഡിഗ്രി കൂടെ കൂടിയത് നമ്മുടെ പിള്ളേർക്കറിയാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നത്? ഈ മിഷനെക്കുറിച്ച് വല്ല മനസ്സിലാകുന്നുണ്ടോ? യെസ്, അവൻ തലയാട്ടിയതുകൊണ്ട് എനിക്കൊരു സന്തോഷം. നമ്മളിൽ കർത്താവ് ഏൽപ്പിച്ച ഈ ദൗത്യം പ്രായത്തിൻ്റെ ഒരു പ്രോബ്ലം അതിനകത്തില്ല. ഉണ്ടോ? ചില പറയാറില്ല, ഞാൻ 85 വയസ്സ് വരെ ചെയ്തു, ഇനി ഞാൻ സ്വസ്ഥ. നോ, നീ അങ്ങനെ പറയരുത്. 85 ആണെങ്കിലും 100 ആണെങ്കിലും നിന്നിലേൽപ്പിച്ച ദൗത്യം നിനക്ക് ആയുസ്സുള്ളിടത്തോളം നീ ചെയ്യണം. ദൈവത്തിൻ്റെ മിഷൻ, നീ ആ ദൗത്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിനക്ക് പ്രായം വ്യത്യാസമല്ല. അതിനെ ഞാൻ പറയുമ്പോൾ യെരമ്യാവിനെ കുറിച്ച് പറയാറുണ്ട്. ഈ വാക്യം ഒന്ന് വായിച്ചു വിട്ടേക്കാം, മാറ്റല്ലേ. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും. ആദ്യത്തെ പാഠം എന്താണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ബലഹീനമാണ്, അത് ദരിദ്രമാണ്. അങ്ങനെയുള്ള ആദ്യ പാഠങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു പോകരുത്. എന്താ കാര്യം എന്നറിയോ?
നിന്നെ വിളിച്ച ദൈവത്തെക്കുറിച്ച് നിനക്ക് ബോധ്യം വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, എന്നെ അറിയാൻ എൻ്റെ കുലമോ എൻ്റെ കുടുംബമോ ഒന്നുമല്ല. ഒരു സ്തോത്രം പറഞ്ഞില്ലല്ലോ. ഞാനൊരു കാര്യം എപ്പോഴും ചിന്തിക്കാറുണ്ട്, യോഗ്യത നോക്കിയല്ല ദൗത്യമേൽപ്പിച്ചത്, യോഗ്യത നോക്കിയല്ല നിയോഗിച്ചത്. യോഗ്യത ഇല്ലാത്ത എന്നെ നിയോഗിക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, യോഗ്യതയുള്ളവൻ ചെയ്യാത്തത് നിന്നിലൂടെ ചെയ്യാൻ എനിക്ക് പദ്ധതിയുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. ഇനി ഞാൻ പറഞ്ഞ ഇരമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ ഇരമ്യാവ് പറയുന്നു, അതൊന്നും ഞാൻ എഴുതി വെക്കാത്തൊരു ചിന്തയാണ്, എൻ്റെ മനസ്സിലൂടെ വന്നതുകൊണ്ട് പറയുകയാണ്. ഇരമ്യാവ് പറയുന്നു, ഞാൻ ബാലനല്ലോ, അല്ലേ, ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. കണ്ടോ 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. എന്നാൽ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു ദൗത്യം ദൈവം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ സംസാരത്തിൻ്റെ ചാതുര്യമല്ല നോക്കുന്നേ. സ്തോത്രം. നീ ബാലനാണോന്നുമല്ല നോക്കുന്നത്. നീ ബാലനാകാം, വൃദ്ധനാകാം, മധ്യവയസ്കനാകാം, ആരുമാകട്ടെ, ദൈവം നിന്നെ ഒരു ദൗത്യത്തിന് ഏതെങ്കിലും ഒരു പ്രായത്തിൽ വിളിക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, നീ അത് ചെയ്തിരിക്കണം, അതിൽ നിന്ന് നിനക്ക് പിന്മാറിക്കൂടാ. ഇനി നമുക്ക് പഴയ നിയമത്തിലേക്ക് പോകാം. നാം പറഞ്ഞു വന്ന ഭാഗം, ദൈവം അബ്രഹാമിനെ ആ ദൗത്യം ഏൽപ്പിച്ചു. ആ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ കൃത്യനിഷ്ഠതയോടെ അത് ചെയ്തു. അങ്ങനെ അങ്ങ് പറഞ്ഞു വിടുക. എന്നിട്ട് അവനോട് പറയുകയാണ്, നീ സകല ജാതികളിലും വെച്ച് അനുഗ്രഹിക്കപ്പെട്ടവനാകും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നീ സകലർക്കും. ഈ അനുഗ്രഹം എന്ന് പറയുന്ന 4 വീടും 2 വണ്ടിയും. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ പെരയുടെ ചുറ്റും അൽസേഷൻ നായ്കളാണ്. എന്ന് വെച്ചാൽ അവിടെ എല്ലാവരും ഓർഫനേജ് പോലെ, അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. പിള്ളേരെല്ലാം കാനഡയിലും ഓസ്ട്രേലിയയിലും ഖത്തറിലുമൊക്കെയാണ്. ഒക്കെ 2 അപ്പനും അമ്മയേ ഉള്ളൂ. ഓർഫനേജ് കാണാൻ വേണ്ടി വേറെ എവിടെയും പോകണ്ട, കേരളത്തിൽ വന്നാൽ മതി. ഞങ്ങളാകെ ഒരു വണ്ടറടിച്ചിരിക്കുന്ന പോലെ. സത്യമല്ലേ ഞാൻ ഈ പറയണേ? അപ്പം ഇങ്ങനെ ഒരു അനുഗ്രഹമല്ല ദൈവം ഉദ്ദേശിച്ചത്. എടാ, നീ ഇന്നലകളിൽ ചെയ്തു കാണിക്കാത്ത, നീ ഇന്നലകളിൽ ചെയ്തതൊക്കെ വെറൈറ്റി ആണെങ്കിലും അതൊന്നും ചെയ്യാൻ പറ്റാത്ത, അതിലൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പുതിയ ദൗത്യത്തിൻ്റെ ഉടമയായി ഞാൻ നിന്നെ വിളിച്ചിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയാണ്. നീ സകല ജാതികളിലും വെച്ച് അനുഗ്രഹമായിരിക്കും. അബ്രഹാമിൻ്റെ കാലശേഷം കഴിഞ്ഞു. ആ ദൗത്യം ചെയ്യാൻ പറ്റുന്ന ഒരു സമയം വരെ അബ്രഹാം ചെയ്തു. ഇനി ഞാൻ അവിടെ നല്ല സ്കിപ്പാകുക. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആ ദൗത്യം മോശയ്ക്ക് കൊടുത്തു. മോശയ്ക്ക് കൊടുത്ത ദൗത്യം എന്തായിരുന്നു? മോശയ്ക്ക് കൊടുത്ത ദൗത്യം എന്താണ്? മോശയിൽ കർത്താവ് കൊടുത്ത ദൗത്യം വേറൊന്നുമല്ല, അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ പുറത്തു കൊണ്ടുവരിക. ഈ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ മോശ പറഞ്ഞൊരു മറുപടിയുണ്ട്. നിങ്ങൾ എന്നോട് കൂടെ സഹകരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുക. ഞാൻ വിക്കനും ദൗത്യം ഏൽപ്പിക്കുമ്പോൾ തടസ്സം ഒരു വിഷയമല്ലെന്ന്. അതിനകത്തൊരു ആത്മീക സന്ദേശം കൂടെ ഞാൻ പറയാം. ദൈവം നിന്നിൽ ആഗ്രഹിക്കുന്ന ആ ദൈവത്തെക്കുറിച്ചുള്ള ദൗത്യത്തിൻ്റെ കടമയ്ക്കായി ദൈവം നിന്നെ ഒരുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പോരായ്മ ഒരു പ്രശ്നമല്ലെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് പകലിൽ പോരായ്മ, അത് സാമ്പത്തിക പോരായ്മയാകാം, അത് ശാരീരിക പോരായ്മയാകാം, അത് മറ്റെന്തെങ്കിലുമൊക്കെ പോരായ്മകളാകാം. പക്ഷേ നിന്നിലൂടെ എന്ത് ചെയ്തെടുക്കണമെന്ന് ദൈവം വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ പോരായ്മയല്ല വിരളി ചൂണ്ടുന്നത്, മറിച്ച് ആ ദൗത്യത്തിന് വേണ്ടി എന്തു വില കൊടുത്തും നിന്നെ പുറത്തേക്ക് കൊണ്ടുവരിക. ഞാനത് പറയുമ്പോൾ നിങ്ങൾ ഗഹനമായി വായിക്കുന്നവരാണെങ്കിൽ ആ ഭാഗം തന്നെ ചിന്തിച്ചോ. എന്തു വില കൊടുത്തും ഒരുവനെ പുറത്തിറക്കുക. എന്താ കാര്യം എന്നറിയോ? കൊന്ന് നൈൽ നദിയിലൂടെ ബോഡി ഇങ്ങനെ ഒഴുകി നടക്കുമ്പോൾ ഒരുത്തൻ പെട്ടകത്തിൽ സുരക്ഷിതനായി ആ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദൗത്യം എന്താ?
ആമേൻ പറഞ്ഞ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുക ദൈവത്തിന് കേട്ടോ. ഒഴുക്കിക്കളയുകയാണ്. പേടിച്ച് കുറേ എണ്ണത്തിനെ കൊണ്ട് നൈൽ നദിയിൽ എറിഞ്ഞു കളയുകയാണ്. പക്ഷേ ഒരു സഹോദരി ഒരു പെട്ടകത്തിനകത്ത് കീലും പശയും ഒരു സ്തോത്രം പറ ദൈവമുള്ളവരെ, കീലും പശയും തേച്ച് ഒരു കുഞ്ഞിനെ അതിനകത്ത് കിടത്തിയിട്ട് ഞാങ്ങണക്കിടയിലേക്ക് കൊണ്ടിട്ടിട്ട് ദൂരത്തു മാറി നിൽക്കും. ഉയരത്തിലെ ദൈവം പറഞ്ഞൊരു ദൂരുണ്ട്. നീ നോക്കി നിന്നിട്ടൊന്നും കാര്യമില്ല സഹോദരി, നീ നോക്കി നിന്നിട്ട് കാര്യമില്ല. ഇതെന്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞാണിവൻ. ഞാനൊരു വെല്ലുവിളിയായി ഇന്ന് പകലൊരു ദൂത് ദൈവജനത്തോട് പറയുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം നിവർത്തിക്ക് വേണ്ടി പ്രായം കൂടാതെ പ്രവർത്തിക്കാൻ ഒരു വ്യക്തിയെങ്കിലും ഈ പകൽ ഈ ആലയത്തിനകത്തുനിന്ന് എഴുന്നേറ്റാൽ അടുത്ത നിന്റെ മറുസൈഡിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല വിഷയം. നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ദൈവം വിശ്വസ്തനാ. ആമേൻ പറയുന്നവർ ദൈവത്തിന് ആമേൻ പറഞ്ഞ ദൈവത്തെ സ്തുതിക്ക്. ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ, ഈ ഒരു വചനചിന്ത പറയുമ്പോൾ തന്നെ എന്നിൽ വ്യാപരിക്കുന്ന ഒരു ആത്മീക ചൈതന്യം കൂടെ തിരിച്ചറിഞ്ഞിട്ട് ഇവിടെയുള്ളവർക്ക് ഞാൻ ദൂത് പറയുന്നു. നിൻ്റെ ഇടത്തും വലത്തും എന്ത് സംഭവിച്ചാലും, അതൊരു ദൂതാ കേട്ടോ. നിൻ്റെ ഇടത്തും വലത്തും എന്ത് സംഭവിച്ചാലും ദൈവം ഒരു ഉദ്ദേശത്തിന് വേണ്ടി, ദൈവം ഒരു ദൗത്യത്തിന് വേണ്ടി നിന്നെ വിളിച്ചാലുണ്ടല്ലോ, നിൻ്റെ ഇടവും വലവും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല കേട്ടോ പ്രശ്നം. ഉദ്ദേശമുള്ളതിനെ എത്ര പ്രതികൂലത്തിന്റെ നടുവിലൂടെയും എൻ്റെ കർത്താവ് പുറത്തേക്ക് കൊണ്ടുവരും. ഒരു നന്മ പ്രാപിക്കുക എന്നുള്ളതല്ല ദൈവത്തിന്റെ ദൗത്യം. അതൊരു ഭാഗത്ത് കിടക്കട്ടെ. ഒരു ജനത്തിന്റെ പുറപ്പാടിന് വിക്കനും തടിച്ച നാവുമുള്ള ഒരുവനെ ദൈവം പുറത്തേക്ക് എടുക്കുക. ആ യോഗ്യത അല്ല കേട്ടോ. ഇന്ന് പകലില് ഈ സഭയോട് ദൈവാത്മാവ് ഈ മിഷൻ ഓറിയന്റിന്റെ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് കൈമാറുമ്പോൾ എന്നോട് പറയാൻ ദൈവാത്മാവ് ഒരു ദൂത് പറയുന്നു. അയോഗ്യത അല്ല ദൈവം നോക്കിയത്, അയോഗ്യതയ്ക്കകത്ത് ദൈവം ഒരു യോഗ്യത കണ്ടു. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ? ഇവിടെ വന്നിരിക്കുമ്പോൾ പെർഫെക്റ്റ് ആണോ? നോ. പ്രസംഗിക്കുന്ന ഞാൻ പെർഫെക്റ്റ് ആണോ? നോ. ഒരാൾക്കും ഇവിടെ പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. 100 കൂട്ടം അയോഗ്യതകൾ ഒരു ചാർട്ട് പോലെ മുമ്പിൽ എഴുതിയിടാൻ നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോഴും പരിശുദ്ധാത്മാ പറയുന്നു, ഇല്ലട കുഞ്ഞെ, ഇല്ല. നിന്റെ യോഗ്യതകൾ ഞാൻ നോക്കാതെ അതിനകത്ത് നിന്നിലുള്ള ഒരു ദൗത്യം ഞാൻ തിരിച്ചറിയുന്നു. ഒരു പ്രേരണ കൂടാതെ കൈയടിച്ച് ദൈവവചനത്തോട് പ്രതികരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾക്കുള്ള ദൂത് പറയുന്നു. ഒരു ദൗത്യം നിനക്കുണ്ട്. ഇനി അടുത്ത ദൂത് കേട്ടോ. ഒരു ദൗത്യം നിന്റെ മേൽ ഉള്ളത് സത്യമാണെങ്കിൽ നിശ്ചയം ഒരു പറവോനും നിന്നെ വെട്ടാൻ പറ്റുകയില്ല. വിശ്വസിക്കുന്നുണ്ടോ? ആ സഹോദരൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞില്ലേ, ഈ ഒരു മാസം ഞാൻ ആ സാക്ഷ്യം ശ്രദ്ധിച്ചു. ഈ ഒരു മാസം മൊത്തം പ്രശ്നമായിരുന്നു അല്ലേ? മൊത്തം പ്രശ്നം. ഞാൻ അതിനൊരു മറുപടി മെസ്സേജ് തരിക. 4 പാടും പ്രശ്നം വരുമ്പോൾ ഒരു ഭക്തനെ സൂക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ, സ്തോത്രം. നിങ്ങൾ ആത്മസാന്നിധ്യം അനുഭവിക്കുന്നോ? ഞാൻ ഈ മിഷൻ മെസ്സേജിൽ നിന്ന് സ്കിപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര നിയോഗമുണ്ട്. പക്ഷേ എന്നിൽ ഏൽപ്പിച്ച ദൗത്യം ഞാനും ചെയ്യണമല്ലോ. ആമേൻ, സ്തോത്രം. 4 പാടും നിനക്ക് പ്രശ്നമുള്ളപ്പോഴും നീ പറയണം കേട്ടോ, എന്നെ വിളിച്ച ഒരു ദൈവമുണ്ട്, ഞാനത് പറയുമ്പോൾ കൊരിന്ത്യ ലേഖനത്തിലെ ഒരു വാക്യമാണ് എൻ്റെ അതൊന്നും എഴുതിയതല്ല, ഞാനൊന്ന് നോക്കിക്കോട്ടെ. കൊരിന്ത്യ ലേഖനത്തിലെ ഒരു വാക്യമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ആ വാക്യം 1 കൊരിന്ത്യ ലേഖനം 1 അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യം ഒന്ന് വേഗത്തിലൊന്ന് വായിച്ചട്ടെ. അടുത്ത വാക്യം കൂടാങ്കളെ. അടുത്തത്, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് വരയ്ക്ക്. ദൈവമക്കളെ, വരയ്ക്കാൻ ബൈബിളിൽ വരയ്ക്കുന്നവർ, സോറി കേട്ടോ, വരയ്ക്കവിടെ, എന്നിട്ട് വായിക്ക്. വരച്ചെപ്പോഴും വായിക്ക്. എന്താ വായിക്കണ്ടേ?
നമ്മുടെ തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം, വാ തുറന്നു പറ, ദൈവം വിശ്വസ്തൻ. എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ട് പൊക്കോ എന്ന് പറയുന്നവനല്ല, പറഞ്ഞു വിടുമ്പോഴും വിശ്വസ്തനായവൻ എൻ്റെ കൂടെ ഉണ്ട്. ഞാനതൊരു മറുസൈഡ് പറയാം. വിളിക്കാൻ വേണ്ടി ദൈവം ഒരു വ്യക്തിയെ ആയിരിക്കാം നിന്റെ അടുക്കൽ അയച്ചത്. ആ വന്ന വ്യക്തി നിനക്ക് അവിശ്വസ്തനായിരിക്കാം. ആമേൻ പറയാൻ പറ്റുമോ? ആ വന്ന വ്യക്തി ഒരു പക്ഷെങ്കിൽ അവിശ്വസ്തനായിരിക്കാം. പക്ഷെ അതിന് നിയോഗം കൊടുത്ത ഒരു ദൈവം. എന്നൊക്കെ പറയുമ്പോൾ എന്നിൽ ഞാൻ ആത്മസാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇതിന് നിയോഗം കൊടുത്ത ഒരുവനുണ്ട്. അവൻ നമ്മളോട് പറയുകയാണ്. അവനൊന്നും നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല, ആ സാഹചര്യം കൊണ്ട് അങ്ങ് ഉപയോഗിച്ചതേ ഉള്ളൂ. തൻ്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ആലയത്തിൽ വന്നിരിക്കുമ്പോൾ ഒരു സംഘടനയ്ക്ക് കീഴിൽ ഇരിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ നമ്മളെ വിളിച്ചത് ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്കാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇന്ന് പകൽ ഇതിനകത്ത് ണ്ട്? നിങ്ങളുടെ വലതുകരം തലയ്ക്ക് മുകളിൽ ഒന്ന് ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറ. ഒരു ദൗത്യം ഏൽപ്പിച്ചു പൊക്കോ എന്ന് പറയുന്നവനല്ല, കൂടെ വരും, കൂടെ വരുന്നവനാ. ഇനി ഞാൻ ആ ഭാഗത്തുനിന്ന് വിടവാങ്ങുകയാണ്, പെട്ടെന്ന് അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ മോശെ ദൈവം വിളിച്ചു അല്ലേ, ഉത്തരവാദിത്വവും ദൗത്യവും ഏൽപ്പിച്ചു. അത് മോശ ചെയ്തു. അതിന് ഒരുപാട് എഫേർട്ട് ആ മോശ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ അവിടെയൊക്കെ മോശയ്ക്ക് ഒരു കാര്യം അറിയാം. ഞാൻ ഒരുപാട് കുഞ്ഞുങ്ങൾ മരിച്ചു പോകുമ്പോൾ, ചത്ത് നൈൽ നദിയിലൂടെ പൊങ്ങി നടക്കുമ്പോൾ എന്നിൽ ഒരു ദൗത്യം ഏൽപ്പിച്ചവൻ ഈ പ്രതികൂലത്തിലും എന്നെ നിർത്താൻ കഴിവുള്ളവനാണ്. ഞാൻ അടുത്ത ചിന്തയിലേക്ക് പോകുകയാണ്. മോശയ്ക്ക് ശേഷം യോശുവയെ ദൈവം വിളിച്ചിട്ടുണ്ട്. മോശയ്ക്ക് ശേഷം യോശുവയെ വിളിക്കുമ്പോഴും അവന് ഒരു ദൗത്യം കൊടുത്തിട്ടുണ്ട്. ദൗത്യം കൊടുക്കുന്ന സമയത്ത് യോശുവയോട് പറയുന്നുണ്ട്, നീ പേടിക്കണ്ട. നീ ഇവിടെ ആരോ പറഞ്ഞല്ലോ അത്, എന്നെ പദം അല്ലേ. ഈ ദൈവം നമ്മളെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുന്നൊരു പദമാണ്, നിനക്കൊരു ഉറപ്പ് വേണം, നിനക്കൊരു ധൈര്യം വേണം. ഉറപ്പ് വേണം. എന്താണ് ഉറപ്പും ധൈര്യവും? ആ ധൈര്യം പറയണമെങ്കിൽ ഗിദെയോനെ ഒന്ന് എടുത്തു കാണിച്ചാൽ ഒരു 2 മണിക്കൂർ പോകുന്നൊരു കേസാണ്. സഹോദരൻ, ഗിദെയോനെ തൊടുമ്പം ഗിദെയോനോട് ദൈവം പറയുന്നൊരു ദൂതുണ്ട്, നീ പരാക്രമശാലിയാണ്. വിടുക, അത് തൊട്ടാൽ അടുത്ത ഭാഗത്തേക്ക് എനിക്ക് പോകണം. പരാക്രമശാലിയാണ്. എന്നിട്ട് ദൈവം ഗിദെയോനോട് പറയുകയാണ്, നീ പേടിക്കണ്ട, നീ പോക. എന്നിട്ട് പറയുന്നൊരു പദം, ഈ ബലത്തോടെ നീ പോക. എന്തായിരുന്നു അവൻ്റെ ബലം? പറ. അല്ല, എന്തായിരുന്നു ബലം? ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഈ ഗിദെയോൻ അഭിമുഖീകരിക്കുന്നത് ചെറിയൊരു പ്രശ്നമല്ല. കാരണം മിദ്യാനരാണ് അവൻ്റെ വിഷയം. ഭയങ്കര ഒരു സബ്ജക്റ്റ് ദൈവമക്കളെ, ചെറിയൊരു കാര്യമല്ല. മിദ്യാനൊരു സമൂഹമായി നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് ഒരുവനോട് കർത്താവ് ഇടപെടുക, ഒരു ദൗത്യം. ഇതിനെ നേരെയാക്കാൻ, ഇതിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരാൻ ഞാൻ നിന്നോട് കൂടെ എന്നുള്ള ഒറ്റ വാക്കാണ് ഗിദെയോന്റെ ബലം. ഹല്ലേലൂയ. എനിക്കത് ആ ഭാഗം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയുണ്ട്. ഗിദെയോൻ ചെയ്ത പ്രവൃത്തി എന്താ? വലിയ കാര്യമൊന്നുമല്ല. ഗോതമ്പ് മിദ്യാന്റെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ കൊണ്ടുവന്ന് മെതിച്ചു. ഇത്രേ മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ അതിനകത്തൊരു റീസണുണ്ട്. ആ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, മിദ്യാനിർ ഇപ്പോൾ ചെയ്യുന്നത് കൃഷിയെ നശിപ്പിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണം? സിമ്പിളാണ്. യഹോവയ്ക്ക് അവർ അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവയെ അറിയാത്ത ഒരു തലമുറ വന്നു. അതാണ് പ്രശ്നം. തലമുറ വന്നപ്പോൾ ദൈവം അവരെ കവർച്ച കേൾപ്പിച്ചു. 2-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ വന്ന് വായിച്ചാൽ മതി. 2-ാം അധ്യായം. കവർച്ച എന്ന് പറയുമ്പോൾ ഒരു തകർച്ചയല്ല, ഒരു ശിക്ഷണത്തിൻ്റെ ഒരു പദമാണ് കവർച്ച.
കവർച്ചയിൽ കൂടെ ജനം മടങ്ങി വരാതിരുന്നപ്പോൾ ന്യായാധിപന്മാരെ ഏൽപ്പിച്ചു. 5-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം, അവർക്ക് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. 6-ാം വാക്യത്തിൻ്റെ 1-ാം വാക്യത്തിൽ വരുമ്പോൾ ഇസ്രായേൽ മക്കൾ പിന്നെയും ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇസ്രായേൽ മക്കൾ ചെയ്തു വേറൊന്നുമല്ല, അത് പറയണം, ഈ തലമുറയിലാണത് പറയേണ്ടത്. ഞാൻ ഇവിടെ ചെന്നപ്പോഴെല്ലാ ആളുകൾ ഈ നോർത്ത് ഇന്ത്യയെക്കുറിച്ച് ജോർജ് മാത്യു പാസ്റ്റർ പ്രാർത്ഥിക്കുന്നത് ആവേശത്തോടെ ഞാൻ കണ്ടു. നോർത്ത് ഇന്ത്യക്ക്, ഈ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്കെല്ലാം നോർത്ത് ഇന്ത്യൻ കാഴ്ചപ്പാടാണ്. അപ്പം ഞാൻ ജോർജ് മാത്യു പാസ്റ്ററോട് ഒരു ദൂതല്ല, ഒരു ചെറിയ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നോർത്ത് ഇന്ത്യ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പാസ്റ്റർജി എന്താ പറയാൻ കാര്യം പറയാം. നമ്മുടെ പിള്ളേർ ശരിയായ കാലഘട്ടങ്ങളിൽ വഴിതെറ്റിപ്പോകുന്ന ഒരു സാഹചര്യമല്ല. നിങ്ങൾക്ക് ആത്മഭാരം വല്ലതും ഉണ്ടോ? ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ പറയാം, ഒരെണ്ണത്തിനെ ഗുണദോഷിക്കാൻ പറ്റുകയില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഫ്രണ്ടിൽ വന്നിരിക്കുന്നവൻ്റെ കോലം കണ്ടാൽ സ്തോത്രം. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ പിള്ളേരൊക്കെ എന്നാ നീറ്റാണ്. ഇവരെയൊക്കെ കേരളത്തിലോട്ട് വിടണ്ട, ഇവിടെ ഇരുന്നോട്ടെ. സ്തോത്രം. കേരളം വേണ്ട, ഇത് മതി. ഇവനെ ഒന്ന് നന്നാക്കാൻ തീരുമാനിച്ചാൽ ഒന്നിൽ ഇവൻ സഭ വിട്ടു പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭ ഇവനെ സ്വീകരിക്കും. അവിടെ പോയാൽ നന്നാകുമോ? അന്നെ അച്ചായന്മാരല്ല എന്നെ ശ്രദ്ധിച്ച് നോക്കുന്നത്, ഈ ഭീകരൻ എവിടുന്ന് വന്നെന്നാ അല്ലേ? 2-3 ദിവസം കൂടി ഉള്ളു, അത് കഴിഞ്ഞ് ഞാൻ വിട്ടു പൊക്കോളാം. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ഗഹനമായൊരു വിഷയമാണ് പറയുന്നത്. കൂട്ടത്തിൽ നമ്മുടെ തലമുറയെ ഓർത്ത് സ്തോത്രം ചെയ്തു പ്രാർത്ഥിച്ചോണം കേട്ടോ. നോർത്ത് ഇന്ത്യ അവിടെ കിടക്കട്ടെ, അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തോ, പക്ഷെ പ്രാർത്ഥന നഷ്ടപ്പെടുത്തരുത്. സഭയുടെ ദൗത്യം പറയുമ്പോൾ ഞാനത് പറയാം. ഇനിയുള്ള ഈ മിനിറ്റുകളെല്ലാം വിലപ്പെട്ടതായി കരുതിക്കൊണ്ട് തന്നെ ഞാൻ മുമ്പോട്ട് പോവുക. ശ്രദ്ധിക്കൂ, നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടാ? നിങ്ങൾ ഭയങ്കര ശ്രദ്ധയുള്ളവരാണല്ലോ. ചിലയിടത്ത് ചെന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ആ പറഞ്ഞ കാര്യം പറയാം. അല്ല, നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം പറഞ്ഞു. ഗിദെയോൻ എന്താ ചെയ്തേ? എന്തായിരുന്നു ഇപ്പം മിദ്യാനി ചെയ്യുന്നേ? വിള നശിപ്പിക്കുക. അപ്പം ഇവൻ നോക്കിയപ്പോൾ മുന്തിരിയും ഗോതമ്പും 2 സീസണാണ്. നോക്കിയപ്പോൾ മുന്തിരിയെ കായ്ച്ചിട്ടില്ല, അവിടെ ശത്രുവില്ല. ഗോതമ്പിൻ്റെ സീസണാണ്. ഗോതമ്പ് എടുത്തുകൊണ്ട് മുന്തിരിയുടെ അവിടെ പോയാൽ ശത്രുവിൻ്റെ നോട്ടം അവിടെ വരില്ല. അവൻ്റെ ഉത്തരവാദിത്വത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുക, വേറൊരു ഉത്തരവാദിത്വമല്ല. ഇവിടെ കൊണ്ടൊന്ന് ഗോതമ്പ് മെതിച്ചാൽ മിദ്യാനർ അവിടെ വരത്തില്ല. മിദ്യാനർ വിള നശിപ്പിക്കുന്ന സമയമായതുകൊണ്ട് ഇവിടെ വിളവില്ല. ഫ്രൂട്ട്ഫുള്ളായ സമയമല്ല. പിശാചിൻ്റെ ലക്ഷ്യമല്ല. ഫ്രൂട്ട്ഫുള്ളാകുമ്പോഴാണ് അവൻ നശിപ്പിക്കുന്നത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പാകമാകുമ്പോൾ. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ശത്രു കാണാത്ത ഒരിടത്തേക്ക് അവൻ വന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം, ഗോതമ്പ് കളത്തിൽ മെതിച്ചാൽ എന്താ പ്രശ്നം? പ്രശ്നം വേറെ ഒന്നുമില്ല. ഗോതമ്പിൻ്റെ ആ കളത്തിൽ മുഴുവൻ മിദ്യാന്യർ പാളയമിറങ്ങിയിരിക്കുകയാണ്. അവിടെ ഇരുന്ന് മെതിച്ചാൽ ആര് കാണും? മിദ്യാന്യർ കാണും. അപ്പം ചെറിയൊരു ഭയം അവൻ്റെ ഉള്ളിലുണ്ടോ ഇല്ലയോ എന്നൊരു സംശയം. ഞാനതിനൊരു ഒരു ചിന്ത കൊടുക്കുക. ഭയം കൊണ്ടും അവൻ മാറിപ്പോകാം. മൂന്നാമത്തെ ചിന്ത, അവകാശം ശത്രുവിന് കൊണ്ടുപോകാനുള്ളതല്ല, അതെൻ്റെ ദൗത്യം. സ്വോത്രം. നിങ്ങൾ സന്തോഷമാണോ? അല്ല, മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഗഹനമായ കട്ടി കൂടിയതൊന്നുമല്ല പറയണേ. അവകാശത്തെ അവന് കിട്ടിയിരിക്കുന്ന അവകാശത്തെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ കളപ്പുരയിൽ ഗോതമ്പിൻ്റെ ആ കളത്തിൽ നിന്ന് അവൻ മാറ്റിക്കൊണ്ടുപോകുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, 3 റീസൺ നിന്നോടുള്ള ബന്ധത്തിൽ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. നിങ്ങളിനി പഠിക്കുമ്പോൾ 30 റീസൺ കണ്ടുപിടിച്ചാലും ഈ 3 റീസൺ ഒന്ന് കണ്ടുപിടിച്ചേച്ച് നമുക്കെന്ത് കൊടുക്കാൻ പറ്റും? ഈ 3 റീസണകത്ത് ദൈവം അവനോട് ഇടപെടുകയാണ്. ഒരു കാര്യം ചെയ്യ്, നിന്റെ പരാക്രമശാലിത്വം എനിക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം നിന്നോട് പറയുകയാണ്, ഒരു ദൗത്യം ഏൽപ്പിക്കാൻ പോവുക. ഇതിനുമേൽ നിനക്കൊരു ജയം തരാൻ പോവുക. അതിനെ വേറൊന്നുമല്ല ഞാൻ നിന്നോട് പറയുന്നത്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ദൗത്യം ദൈവമാണ് ഏൽപ്പിച്ചതെങ്കിൽ അവസാനത്തോളം അവൻ നമ്മളോട് കൂടെ ഇരിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ പറയുന്നൊരു പദമാണ്, കണ്ടാലും പറ ദൈവമക്കളെ ഓർക്കെ,
നിങ്ങൾ പ്രസംഗം കേൾക്കുന്നവർ മാത്രമാണോ അതോ തിരിച്ച് പ്രതികരിക്കുന്നുണ്ടോ? കണ്ടാലും ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അതിനകത്ത് എനിക്കിഷ്ടപ്പെട്ടൊരു പദമുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി ഏതെങ്കിലും നിലയിൽ ഇന്ന് പകൽ അനാഥത്വം ഫീൽ ചെയ്യുന്ന ആരെങ്കിലും, ദൗത്യമേൽപ്പിച്ച് ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളോടൊരു ആത്മാവിൽ ഒരു പ്രവചനം കൈമാറുന്നു. അനാഥനായി വിടാത്ത ഒരുവനാണ് നിന്നെ വിളിച്ച് ദൗത്യമേൽപ്പിച്ചത്. അമ്മ മാറാം, അപ്പൻ മാറാം, ഭാര്യ മാറാം, കുഞ്ഞുങ്ങൾ മാറാം, സഭ മാറാം, പാസ്റ്റർ മാറാം, ആരും മാറാം. പക്ഷേ മാറത്തില്ലെന്ന് ഉറപ്പ് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ പാസ്റ്ററെ എന്നോട് ചോദിച്ചാൽ ഉച്ചസ്ഥരം എൻ്റെ ഈ പ്രായത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയും, ആരൊക്കെ മാറിയാലും മാറാത്ത ഒരുവനുണ്ട്. അത് ഞാൻ സേവിക്കുന്ന നസറയനായ യേശു കർത്താവാണ്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിനൊരു നല്ല ഹല്ലേലൂയ ഉച്ചത്തിൽ പറ. എന്നിട്ട് പറ, എന്നെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യാൻ എന്നെ നിയോഗിച്ചവൻ അവസാനത്തോളം എൻ്റെ കണ്ണടയുന്നിടം വരെ എന്നോട് കൂടെ ഉണ്ടാവും. ആട്ടെ, ഇനി ഞാൻ അവിടെ ഒന്ന് നിർത്തുകയാണ്. അതിനകത്തൊക്കെ ദൂതുകളാണ്. സ്തോത്രം. അനന്തരം പലരെയും ദൈവം എഴുന്നേൽപ്പിച്ചു. പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. ചെറിയ പ്രവാചകന്മാരും വലിയ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. ഇങ്ങനെയെല്ലാം ദൈവം ദൗത്യം നിർവഹിച്ച് പഴയ നിയമത്തിൻ്റെ അവസാനം കുറിച്ചുകൊണ്ട് പുതിയ നിയമത്തിൻ്റെ ഒരു ഭാഗം തുറക്കുമ്പോൾ പിതാവാം ദൈവം ഒരു ദൗത്യത്തിനു വേണ്ടി ഒരുവനെ ഏൽപ്പിച്ചു. അവിടെയാണ് പ്രധാന വിഷയം. ആ ദൗത്യം ആരെ ഏൽപ്പിച്ചു? പിതാവാം ദൈവം. സഹോദരന്മാർക്കറിയില്ല. സഹോദരിമാരെ നിങ്ങളോട് ചോദിക്കുന്നു, ആ പിതാവാം ദൈവം ആരെയാ ദൗത്യം ഏൽപ്പിച്ചു? ഉറക്കപ്പറ. സഹോദരന്മാർ കേൾക്കി ഉറക്കപ്പറ. നാളെ ഇവിടെ അടി ഉണ്ടാക്കരുത് കേട്ടോ. പാസ്റ്റ് പ്രസംഗിക്കാൻ വന്ന് ഇവിടെ സഹോദരന്മാരും സഹോദരിമാരുടെ പ്രശ്നമായി. മാത്രം എന്താ ഏൽപ്പിച്ചേ? പിതാവാം ദൈവം സ്വന്തം പുത്രനെ ആ ദൗത്യം ഏൽപ്പിച്ചു. നിങ്ങൾ ദൗത്യമേൽപ്പിച്ച ഭാഗമെല്ലാം സവിസ്തരം പഠിച്ചു നോക്കിക്കേ. ഒരു സമൂഹത്തിൻ്റെ രക്ഷയായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. നന്മയുണ്ടാക്കുക, അനുഗ്രഹം പ്രാപിക്കുക, അതല്ലായിരുന്നു ലക്ഷ്യം. ഏതു വ്യക്തിയെയും എടുത്തു പഠിച്ചാൽ ആ ദൗത്യത്തിൻ്റെ എല്ലാം മർമ്മമെന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ വിടുതലായിരുന്നു. എന്നോട് ചോദിക്കാൻ പറ്റുമോ അങ്ങനെ? അത് അബ്രഹാമിലാണെങ്കിലും, അത് മോശയിലാണെങ്കിലും, അത് യോശുവയിലാണെങ്കിലും, അത് ന്യായാധിപന്മാരിലാണെങ്കിലും, അത് പിന്നീട് പ്രവാചകന്മാരിലാണെങ്കിലും, ദൗത്യത്തിൻ്റെ പിന്നിലെല്ലാം ഒരു സമൂഹത്തിൻ്റെ വിടുതലാണ്. പുതിയ നിയമത്തിൽ വന്നപ്പോൾ പിതാവാം ദൈവം ആ ദൗത്യം പുത്രനെ ഏൽപ്പിക്കുമ്പോഴും ദൗത്യം സമൂഹത്തെ ലക്ഷ്യമാക്കിയ. അപ്പോൾ ഈ സഭയിൽ ദൈവം ഒരു ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിസ്സംശയം കൂടാതെ പറയണം, ആ ദൗത്യം എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ വിടുതൽ മാത്രമല്ല. ഹല്ലേലൂയ. ആ ദൗത്യം എന്ന് പറയുന്നത് ഒരു സർക്കിളിനകത്ത് നിൽക്കുന്ന ഒരു ദൗത്യമല്ല, ഒരു വലിയ സമൂഹത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ദൗത്യമാണ്. ആ ദൗത്യം എന്താണെന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാം. എന്താണ് പിതാവ് തൻ്റെ പുത്രനെ ഏൽപ്പിച്ച ദൗത്യം? 3.5 വർഷത്തെ ഒരു എൻട്രി ഈ ഭൂമിയിലേക്ക് വെളിപ്പെടുന്നു, ജന്മം കൊള്ളുന്നു, വളരുന്നു, പള്ളികളിൽ ഉപദേശിക്കുന്നു, ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ബുദ്ധിയെ കെട്ടുന്നു. ഇവൻ ഇത്ര ജ്ഞാനം എവിടെ നിന്ന് എന്ന് പറയുന്നു. ഇതൊക്കെ പറഞ്ഞ് വളർന്നു 30-ാമത്തെ വയസ്സിൽ ശുശ്രൂഷയുടെ ആരംഭം കുറിച്ച് യഹൂദൻ്റെ പഠനങ്ങളിൽ ഒരു മച്യൂരിറ്റി പ്രായം 30-ാമത്തെ വയസ്സാണ്. 30-ാമത്തെ വയസ്സിൽ എഴുന്നേറ്റ് നിന്ന് എന്ത് പറഞ്ഞാലും ഒരു സമൂഹം അംഗീകരിക്കും. 30-ാമത്തെ വയസ്സിലുള്ള ശുശ്രൂഷയുടെ ആരംഭം കുറിച്ച പിതാവ് ആരംഭങ്ങൾ അടയാളങ്ങളിലൂടെ ചെയ്ത്, നമുക്കറിയാം അടയാളങ്ങളുടെ ആരംഭം
ദൗത്യത്തിൻ്റെ തുടക്കമാണ്. കാനാവിലെ കല്യാണ വീട്ടിലെ വെള്ളം വീഞ്ഞായത് ദൗത്യത്തിൻ്റെ തുടക്കം കുറിച്ച് രോഗസൗഖ്യങ്ങളും ഭൂതസൗഖ്യങ്ങളും ചുരുക്കി പറഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള സകല സൗഖ്യങ്ങളും ജനത്തിന് കൊടുത്തേച്ച് പിതാവ് അയച്ചിരിക്കുന്ന ഒരു ദൗത്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഫിസിക്കൽ മാത്രമല്ല, ഒരു സ്പിരിച്വൽ മടങ്ങിവരവ് കൂടെ. എന്താണ് ഈ സഭയ്ക്കുള്ള ദൗത്യം? നിങ്ങളോടാണോ ഞാൻ ഈ പ്രസംഗിക്കുന്നത്? ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഉദ്ദേശത്തിനല്ല നമ്മളെ വിളിച്ചത്. ഈ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ദൈവം വിളിച്ചോണമെന്ന് മാത്രമൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. അല്ലാത്തവനും ഫിസിക്കലായിട്ടുള്ള എല്ലാ ഓൾമോസ്റ്റ് ഒരു അനുഗ്രഹങ്ങളും മറ്റുള്ളവർക്കും ഉണ്ട്. പക്ഷേ എന്തിനാണ് ദൈവം നമ്മളെ വിളിച്ചത്? എനിക്ക് ആന്തരികമായ ഒരു വിടുതൽ കിട്ടി. ഈ ആന്തരികമായ വിടുതലിലൂടെ ഇത് മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ വിടുവിക്കുന്ന ഒരുവനുണ്ടെന്ന് മറ്റുള്ളവരിൽ എത്തിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. ഇനി നോക്കുക, ദൈവത്തിൻ്റെ എൻട്രി എന്തിനായിരുന്നു? ഇവിടെ ഈ ഭൂമിയിലേക്കുള്ള വരവ് എന്തിനായിരുന്നു? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി മാറി. അപ്പം ദൈവ തേജസ്സില്ലാത്തവരായി മാറിയ ഒരു സമൂഹത്തിൻ്റെ മടങ്ങിവരവായിരുന്നു പിതാവാം ദൈവം പുത്രനിൽ ഏൽപ്പിച്ച ദൗത്യമെങ്കിൽ ഈ സഭയോട് ദൈവാത്മാവ് പറയുന്നു, നിങ്ങളിലും ഒരു ദൗത്യം തന്നിട്ടുണ്ട്. ദൈവ തേജസ് നഷ്ടപ്പെട്ട ഒരു സമൂഹം ഇന്നും കിടക്കുന്നു, അവരെ മടക്കിക്കൊണ്ടുവരണം. ഇനി സഭയുടെ ദൗത്യം അതോടെ പറഞ്ഞ് പ്രാർത്ഥിക്കും. സഭയ്ക്ക് ദൈവം ഏൽപ്പിച്ച ദൗത്യം, ഈ ദൗത്യമൊക്കെ ചെയ്യാൻ എന്തൊക്കെ ഘടകമുണ്ടെന്നുള്ളതുണ്ട്. അതൊന്നും പറയാൻ ഞാൻ സമയമെടുത്തില്ല. അതിൽ പ്രധാനപ്പെട്ട ഘടകമാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ്. ഇനി സഭയുടെ ദൗത്യം എന്താണ്? നമുക്ക് എഫേസ്യ ലേഖനത്തിലേക്ക് വരാം. 4-ാം അധ്യായം തുറക്കാം. 11-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെ ഒന്ന് വായിച്ചു വിട്ടേക്കാം. ദൗത്യം എല്ലാവർക്കും ഉണ്ട്. ഇവിടെ ഒരു 50-ലധികം ആളുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 50-ലധികം ആളുകൾക്കും ദൈവം ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള ഭാഗം, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും അടുത്ത വാക്യം പ്രാപിക്കുവോളം ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ എന്തൊക്കെയാ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം. അപ്പോൾ വിശുദ്ധന്മാർക്ക് യഥാസ്ഥാനം വേണോ? വേണം. പോട്ടെ, അത് നമുക്ക് കേൾക്കാൻ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് അല്ലേ? മടങ്ങിവരവ്, മാനസാന്തരം. നമ്മൾ പറയുന്ന മാനസാന്തരം മൊത്തം ആരോടാ? ഞാൻ പറഞ്ഞ സത്യം, പാപികളോട്. നമ്മളോട് പറയാറുണ്ടോ? ഇല്ല. നമുക്കെല്ലാം പൂർണ്ണമായി, നമ്മൾ തികഞ്ഞു. കർത്താവ് ഇപ്പം ഒരു സൗണ്ട് കേൾപ്പിച്ച ഉടലോടെ പറന്നു പോകും. നിങ്ങളെ വാക്യം ശ്രദ്ധിച്ചു നോക്കിക്കോ. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ. അപ്പൊ ക്രിസ്തുവിൻ്റെ ശരീരമാണ് നമ്മൾ. എന്ത് മനസ്സിലായി? ക്രിസ്തുവിൻ്റെ ശരീരം. അപ്പൊ തലയാരാ? പറ എൻ്റെ ദൈവമക്കളെ. നിങ്ങൾ ദൗത്യത്തിൻ്റെ കാര്യം കേട്ട് തല പെരുത്തം തോന്നും അല്ലേ? ഇതൊന്നും അല്ലായിരുന്നു പാസ്റ്റർ ഞങ്ങൾ ഉദ്ദേശിച്ച് കൊടുക്ക്. അതൊന്നും അല്ല. കൊടുക്കുന്നത് രണ്ടാമത്തെ കാര്യം. ആദ്യം നമ്മൾ ശരിയാകണം. യഥാസ്ഥാനത്ത് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ. എൻ്റെ ചോദ്യം, ദൈവം നമ്മളെ ഏൽപ്പിച്ച ആ ദൗത്യം നമ്മളിൽ ആദ്യം പൂർത്തീകരിച്ചോ? എന്നിട്ടാണോ അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ പകരുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചിലർ വന്ന് പറയാറില്ലേ, ഞങ്ങളുടെ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ ആൻറ്റി പ്രശ്നം? ഞങ്ങളുടെ പിള്ളേർ ആത്മീകമായി അഭിഷേകത്തിൽ ആരാധിക്കണം. വന്നവനോടൊരു ചോദ്യം, ആദ്യം നീ അഭിഷേകം പ്രാപിച്ചോ? ചെറുതായിട്ടൊക്കെ അവരോടൊക്കെ ആമേൻ പറയുന്നുണ്ട്. ഞാൻ കരുതി ആകെ പ്രശ്നമാവുമെന്ന്.
നമ്മൾ ചില പറയല്ലേ, എൻ്റെ പിള്ളേർ പ്രാർത്ഥിക്കുകയേ ഇല്ല. ചോദ്യം നമ്മളോട്, നമ്മൾ എത്ര നേരം പ്രാർത്ഥിക്കും? നിനക്ക് ആത്മീക വർധനമില്ലാത്ത കാര്യം നിന്റെ പിള്ളേരെ പിടിച്ച് ഏൽപ്പിക്കാൻ ഓരോറ്റ പേരൻസും തയ്യാറാകില്ല. ഇവർക്ക് സന്തോഷമായി. അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്ന പിള്ളേർ കണ്ടാൽ ഞാൻ പറയുന്നു, അവരും ഒരു പായിട്ടിരുന്ന് പ്രാർത്ഥിക്കും. നിങ്ങളുടെ കുടുംബമാണ് സഭ. എന്നാ നിങ്ങൾ സ്വത്രം പറയാത്തേ? സ്വത്രം പറയത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ പൊന്നു പാസ്റ്റർ, ഈ മെസ്സേജാണോ ഞാൻ പറയാൻ എന്നെ ഏൽപ്പിച്ചേ? എനിക്ക് വേറെ എന്തെല്ലാം നല്ല മെസ്സേജ്. ഇവിടെ ആകെ ജഗപുകയാണ് ഇപ്പം. നമ്മളിലില്ലാത്ത എന്തൊക്കെയോ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ നമ്മൾ അങ്ങ് ജിജ്ഞാസ കാണിക്കുക. നിർത്ത്. എന്നിട്ട് പറ, എൻ്റെ ശരീരത്തിൽ ദൈവം ആഗ്രഹിച്ച ആത്മീക വർധനവ്, ആ ദൗത്യം എന്നിലൊന്ന് നടക്കട്ടെ. എന്നിൽ നടന്നിട്ട് വേണം മറ്റുള്ളവരിലേക്ക് അത് പകരാൻ. ചിലരൊക്കെ കൈപൊക്കി, ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ സഹകരണത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനവിനും ഞാനും നിങ്ങളും ഉതകിയാൽ, ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെ കാണുന്നവന് മനസ്സിലാകും, നിങ്ങളിൽ അവർ കാണാത്ത, അവർക്കറിയാത്ത ആരോ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ശക്രിയാവിന്റെ പ്രവചനം വായിക്കുമ്പോൾ സവിസ്തരമായി എഴുതപ്പെട്ട ഒരു ദൂതുണ്ട് അവിടെ. ആ ദൂതിതാണ്, ഒരു യഹൂദന്റെ വസ്ത്രാഗ്രത്തെ പിടിച്ചുകൊണ്ട് 10 പേര് പുറകെ നടന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഒരുവനുണ്ട്, ദൈവമുണ്ട്. ആ ദൈവത്തെ ഞങ്ങൾക്കും വേണം. പ്രിയമുള്ളവരെ, എന്താണ് ദൈവം നമ്മളിൽ ഏൽപ്പിച്ച ദൗത്യം? ദൈവത്തെ മറ്റുള്ളവരിലേക്ക് പകരണം, നമ്മളിലും അത് പ്രതിബിംബിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. ഇനി അപ്പോസ്തലപ്രവൃത്തി 13 ഒക്കെ നിങ്ങൾ വായിക്കണം. ചില ശുശ്രൂഷയ്ക്കായി നിയോഗിക്കുന്നു, അല്ലേ? ബർന്നബാസിനെയൊക്കെ നിയോഗിക്കുന്നു. ഇനി അവിടുന്ന് പോവുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരാം. 28 അത് വായിക്കണം. 19 വാക്യം മുതൽ 20 വാക്യം വരെ അതുകൂടെ വായിച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. എന്താണ് നമ്മുടെ ദൗത്യം? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, നമ്മൾ വായിച്ച വാക്യത്തെ ഇവിടെ കൊണ്ടുവരാം. വായിച്ച വാക്യം യെശയ്യാവ് 6 അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? നിങ്ങളാ വാക്യം മറന്നോ? നമ്മളിങ്ങനെ അതിലേക്ക് പോയി. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആരാ പോകേണ്ടതെന്ന് പുതിയ നിയമത്തിൽ നമ്മളോട് പറയുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് നടക്കുമ്പോൾ, അല്ലേ? 28 അധ്യായം ഒടുവിലത്തെ വാക്യത്തിലേക്ക് നമ്മൾ വന്നത്. എന്നിട്ട് ശിഷ്യഗണത്തോട് പറയുകയാണ്. എന്താ പറയുന്നത്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട്, അതാണ് ദൗത്യം. ആ ദൗത്യം കൽപ്പിച്ചാക്കിയേക്കുക. കൽപ്പനയാ, അരുളപ്പാടല്ല. അരുളപ്പാടുണ്ട്, കൽപ്പനയുണ്ട്. അരുളപ്പാടും കൽപ്പനയും രണ്ടാണ്. കൽപ്പിക്കുക, ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിർബന്ധം. പറ നിർബന്ധം. അവസാനമായപ്പോൾ തന്നെ സ്ട്രോങ് ആയെന്ന് തോന്നുന്നു. നിർബന്ധം കിടപ്പുണ്ട്. നിർബന്ധമാണ് ദൈവത്തിൻ്റെ ദൗത്യം. ആ ദൗത്യം എന്താണ്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെ അതൊരു ദൗത്യമാണ്. എല്ലാം വേണം. സന്ദർഭോചിതമായി കാലത്തിൻ്റെ കടന്നുപോക്കിൽ ഏതെങ്കിലും ഒന്ന് വിഴുങ്ങിക്കളയരുത്. എല്ലാം അനുസരിക്കണം. ഭയങ്കര ഒരു സംഭവം അവിടെ എഴുതി വെച്ച്, കർത്താവ് മനസ്സലിഞ്ഞുകൊണ്ട് തന്നെ എഴുതിയത്. ഇവന്മാരൊന്നും അനുസരിക്കുകയല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ശിഷ്യന്മാരോട് വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഒക്കെയും പ്രമാണിച്ചുകൊണ്ട്. ഒരു സ്തോത്രം പറ. എന്താണ് ദൗത്യം? പറ. എല്ലാവരെയും എൻ്റെ ശിഷ്യരാക്കണം. എല്ലാവരെയും ആരെയാക്കണം? ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസം കൂടാതെ, കുബേലനെന്നോ കുചേലനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ഒന്നും ചിന്തിക്കാതെ ഏതു വ്യക്തിയോടും പറയണം, ഒരു നസ്രേത്തുകാരൻ ജീവിച്ചു, അവൻ ജനിച്ചു,
അവൻ മരിച്ചു, അവൻ ഒരു സ്വതന്ത്രം പറ. എന്താ സുവിശേഷം? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതാ എൻ്റെ സുവിശേഷം. പക്ഷെ നമ്മൾ പറയുന്ന സുവിശേഷം കേട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും മനസ്സിലാകുകയില്ല. നമ്മൾ ഹീബ്രു, ഗ്രീക്ക്, അരാമിയൊക്കെ പറഞ്ഞേച്ച് ഇപ്പം ആകെ പരുവക്കേടാ. സിമ്പിളായിട്ട് സുവിശേഷം പറഞ്ഞു നോക്കിയേ, ഒരു 10 ഹൃദയത്തിലെങ്കിലും കയറും. ഒരു സ്വതന്ത്രം പറ. നമുക്ക് ഇന്നത്തെ ക്രൗഡിന് ആവശ്യം ഭയങ്കര അരാമും ഗ്രീക്കും ഒക്കെയാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാനൊരു കാര്യം പറയാം. എൻ്റെ വിശ്വാസപാതയുടെ ആരംഭങ്ങളിൽ അപ്പച്ചന്മാർ നിന്നുകൊണ്ട് ഒരു വ്യാഖ്യാനവും ഇല്ലായിരുന്നു. അവരിത്രയും പറയുള്ളൂ: യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് വിശ്വസിച്ച് നീ വീട്ടിൽ ചെല്ലുന്നതിന് മുൻപ് വിടുതലാന്ന് പറഞ്ഞ് വിടുവോ? നമ്മളിത് ഏറ്റെടുത്തിട്ട് പോകുമ്പോഴെല്ലാം പറയുന്നത് എന്നാ മോനെ? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഇത് പറഞ്ഞേച്ച് വീടിൻ്റെ കതവ് തുറക്കുന്നതിന് മുമ്പ് ഇടയനാരെന്നും മുട്ടുമാറുന്നത് എങ്ങനെയാണെന്നും ദൈവം തെളിയിക്കുക. മനസ്സിലായവർക്ക് സ്വോത്രം പറയാം. ഇന്നത്തെ കൺവെൻഷനും ഇന്നത്തെ സഭായോഗവും ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയിലും ചെന്നിരുന്ന് നമ്മൾക്ക് കിട്ടുന്നത് തന്നെ ഹീബ്രു, ഗ്രീക്കും അരാമ്യം അല്ല. പ്രിയമുള്ളവരെ, കർത്താവ് ഇത്രയും പറഞ്ഞുള്ളൂ: ഒരുവൻ ജനിച്ചെന്നും ഒരുവൻ മരിച്ചെന്നും ഒരുവൻ അടക്കപ്പെട്ടെന്നും ആ കല്ലറയിൽ നിന്ന് 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റെന്നും നീ മറ്റുള്ളവരോട് പറയുമ്പോൾ അതവൻ്റെ ഹൃദയത്തിലേക്ക് കയറിയിട്ട് നിന്നോട് ചോദിക്കും: അവൻ എന്തിനു മരിച്ചു, അവൻ എന്തിനു ജനിച്ചു, അവൻ എന്തിനു അടക്കം? ഒരു സ്വോത്രം പറ. ദൈവമക്കൾ ദൈവത്തെ സ്നേഹിച്ചെങ്കിലും ഒരു സ്വോത്രം പറ. ചോദ്യം ഇത്രയേ ഉള്ളൂ: എന്തിനു ജനിച്ചു, എന്തിനു മരിച്ചു, എന്തിനു അടക്കപ്പെട്ടു, എന്തിനു ഉയർത്തെഴുന്നേറ്റു? ഒറ്റ വാക്കിൽ ഞാൻ മറുപടി പറഞ്ഞു നിർത്തുന്നു: ജനിച്ചത് നമുക്ക് വേണ്ടി, മരിച്ചത് നമുക്ക് വേണ്ടി, ഉയർത്തെഴുന്നേറ്റത് നമുക്ക് വേണ്ടി. പക്ഷേ ഇന്നൊരു കാര്യം സംഭവിക്കുന്നു. സ്വോത്രം പറയണം നിങ്ങൾ. ഇന്നൊരു കാര്യം സംഭവിക്കുന്നു. പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തൻ്റെ പുത്രൻ പിതാവിനോട് പറയുന്നു: ദൗത്യമേൽപ്പിച്ച ചിലർ ഇവിടെ ഇരിപ്പുണ്ട്, അവർക്ക് വേണ്ടി അവൻ മധ്യസ്ഥ അണയ്ക്കുന്നു. മധ്യസ്ഥ അണയ്ക്കുന്ന ഒരുവൻ ഇന്ന് പകൽ നമ്മളോട് പറയുന്നു: നിന്നെ ഒരു ദൗത്യം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അത് നീ ചെയ്യേണ്ടത് ഇത്ര മാത്രമുള്ളൂ. ജനിച്ചവൻ, മരിച്ചവൻ, അടക്കപ്പെട്ടവൻ, ഉയർത്തെഴുന്നേറ്റവൻ, അവൻ ജീവിക്കുന്നു. സമയം തീർന്നല്ലോ. 1 മണിക്കൂർ എനിക്ക് തന്നു. താങ്ക് യു പാസ്റ്റർ. ഒരു 3-4 സഭകളിൽ ഇങ്ങനെ കിട്ടി 1 മണിക്കൂർ. മറ്റെല്ലാം ശ്വാസം പിടിച്ച് 40 മിനിറ്റ് കൊണ്ട് തീർക്കുകയായിരുന്നു. ഇനി സഭയ്ക്കുള്ള ഉത്തരവാദിത്വം 3 കാര്യം കൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. സഭയ്ക്കുള്ള ഉത്തരവാദിത്വം: 1, അയക്കണം; 2, പ്രാർത്ഥിക്കണം; 3, സഹായിക്കണം. ഒരാമൻ പറ. 1, അയക്കുക; 2, പ്രാർത്ഥിക്കുക; 3, സഹായിക്കണോ? പറ. ഇവിടെ മാത്രമേ പറയുന്നുള്ളൂ, അവിടെ പറയുന്നു. സഹായിക്കണോ? മനസ്സ് തുറന്ന് സഹായിക്കണം. അതാണ് നമ്മുടെ ദൗത്യമെങ്കിൽ ആ ഭാഗം വൈമനസ്യം കൂടാതെ ചെയ്യണം. പൗലോസ് പറയുന്നുണ്ടോ? ഉണ്ട്. വീട്ടിൽ പോയി വായിച്ചാൽ മതി. 4-ാം അധ്യായം 10 മുതൽ വായിച്ചു വരുമ്പോൾ കാണുന്നുണ്ട്: എൻ്റെ ബുദ്ധിമുട്ടിൽ നിങ്ങൾ എന്നോട് കാണിച്ച ആ കൂട്ടായ്മ ഞാൻ ഓർക്കുന്നു. ആ കൂട്ടായ്മ അത് സാമ്പത്തിക കൂട്ടായ്മയാണ്, അല്ലേ? സാമ്പത്തിക കൂട്ടായ്മ. ആ നന്മ ഞാൻ ഓർക്കുന്നു. അപ്പം സഭയുടെ ദൗത്യം എന്താണ്? അയക്കുക. പറ. നിങ്ങളെക്കാൾ കൂടുതൽ പിള്ളേർ പഠിച്ചു കയ്യേൽ എണ്ണിയാണ്ട് അവിടെ ഓരോരുത്തർ പറയുന്നു. അയക്കുക, പ്രാർത്ഥിക്കുക, സഹായിക്കുക. ഈ സഭയുടെ പേരെന്താ വെച്ചാ? ദോഹ പെന്തക്കോസ് അസംബ്ലി. സഹായിക്കുന്നുണ്ടോ? റൈറ്റ്. മിഷന് പ്രത്യേക ഓഫറിംഗ് ഉണ്ട്, അല്ലേ? ഇല്ലേ? സഹായിക്കുന്നുണ്ട്. അല്ലാതെ ഗുഡ്. കര ഉയർത്തി ദൈവത്തെ സ്തുതിക്ക്. നിങ്ങൾ മനസ്സ് തുറന്നത് ചെയ്യുമ്പോൾ ആ നന്മയിലൂടെ ഒരുവനിൽ കയറുന്നത്, ആ നന്മ കിട്ടി എന്നുള്ളത് മാത്രമല്ല, ഇത് സഹായിച്ചവനെ ആദ്യം ഓർക്കും. അതാരാണ്? ആരാണെന്ന് അവൻ ഓർക്കുമ്പോൾ ആരാണ് അവനിലൂടെ ഇത് ചെയ്തെന്ന് ഓർക്കും. അപ്പം അവൻ്റെ ചിന്ത പോയി നിൽക്കുന്നത്, ഞാൻ പറയുന്നതിന് മുമ്പ് ആമേൻ പറഞ്ഞല്ലോ, അവൻ്റെ ചിന്ത പോയി നിൽക്കുന്നത് എവിടെയാ? ദൈവത്തിലാ. അവിടെയാണ് ആ നന്മയുടെ പ്രവൃത്തി വെളിപ്പെടുന്നത്. കൊടുത്താരും തകർന്നിട്ടില്ല. നീ ദൈവവേലയ്ക്കാണ് കൊടുത്തതെങ്കിൽ അതിൻ്റെ അനുഗ്രഹം ഉണ്ട്. നിർത്താം. ഞാൻ സമയത്തോട് വ്യക്തമായിട്ട്
പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. 10 മണിയായി, ഇനി അടുത്തടുത്ത് കയറണം, അത് കഴിഞ്ഞ് പിന്നെ അടുത്തടുത്ത് പോകണം, വിളിച്ചുകൊണ്ട് വന്ന സഭയ്ക്കൊരു നന്ദി പറയണം. അതൊക്കെ നമ്മുടെ കടമയല്ലേ? സ്വതന്ത്രം പറ. അപ്പം സഭയ്ക്കുള്ള ദൗത്യം പറ: അയക്കണം, പ്രാർത്ഥിക്കണം, സഹായിക്കണം. മനസ്സ് തുറന്ന് സഹായിക്കണം. എന്തിനെ സഹായിക്കണം? ഒരുവനെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ ദൈവം നിങ്ങൾക്ക് തന്ന തുച്ഛമായതാണെങ്കിലും വലിയ നന്മയാണെങ്കിലും അതിൻ്റെ ഒരു ഭാഗം കൊണ്ട് ആ പ്രദേശത്തെ നേടിയെടുക്കാൻ നിങ്ങളിലൂടെ ദൈവം ഒരു ദൗത്യം അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സുകൂടാതെ ചെയ്താൽ വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. എപ്പോഴെങ്കിലും നമുക്ക് കാണാൻ അവസരം കിട്ടിയാൽ നിങ്ങൾ പറയണം, അന്നത്തെ ആ മെസ്സേജ് എൻ്റെ ഉള്ളിൽ ഒരു ഇൻസ്പിറേഷനായി പാസ്റ്ററെ, അന്ന് മുതൽ ഞാൻ ചെയ്തു തുടങ്ങിയത് എൻ്റെ ജീവിതത്തിന് അനുഗ്രഹമായിട്ടുണ്ട്. പ്രാർത്ഥിച്ചാൽ അനുഗ്രഹമുണ്ട്. ഒരു സഭ ഒരു ദൗത്യം ഏൽപ്പിച്ച് ഒരുവനെ പറഞ്ഞയച്ചാൽ അനുഗ്രഹമുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു സഹായത്തിൻ്റെ കരം തുറന്നാൽ അതിന് അനുഗ്രഹമുണ്ട്. അങ്ങനെയെങ്കിൽ സഭയുടെ ദൗത്യവും പേഴ്സണൽ ദൗത്യവും തിരിച്ചറിഞ്ഞ് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഒരൊറ്റ ചോദ്യം: ദൗത്യമില്ലാത്ത ആരെങ്കിലും ഇന്ന് പകൽ ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ലെന്ന് പറയാൻ പറ്റുന്നവരൊക്കെ കരമുയർത്തിയൊരു ഹല്ലേലൂയ പറ. എന്നിൽ ഏതെങ്കിലുമൊക്കെ നിലകളിൽ ദൗത്യമുണ്ട്. ഒന്നിൽ പ്രാർത്ഥിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരുവനോട് എൻ്റെ സുവിശേഷം പങ്കുവയ്ക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരുവന് എനിക്ക് കർത്താവ് തന്ന നന്മയുടെ ഒരു ഭാഗം കൊടുത്ത് അവനെ നിലനിർത്താനായിരിക്കാം. എന്താണെങ്കിലും ഇതിലൂടെയെല്ലാം ദൈവനാമം മഹത്വമെടുക്കട്ടെ. അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തു ചെയ്താലും എന്നിലൂടെ ദൈവനാമത്തിൻ്റെ മഹത്വം വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വാക്കിലൊന്ന് പ്രാർത്ഥിച്ച് നിർത്താം. പാട്ടുപാടി ദൈവമക്കൾ ആരാധിക്കും, അപ്പോൾ പ്രാർത്ഥിച്ച് നിർത്താം. അതിനു മുമ്പ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി വേർതിരിച്ച് വെറുതെ വന്നവരല്ലല്ലോ, ഒരു ദൗത്യം ഏൽപ്പിച്ചതിനകത്ത് വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർക്ക് ദൈവം ഏൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളിൽ വന്ന് ചെയ്യേണ്ടവ കൃത്യമായി ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ ദൈവം ഇവരെ പിന്നെയും അഭിഷേകം ചെയ്ത് ഒരു വലിയ സമൂഹമായി എഴുന്നേൽക്കുവാൻ, അവരിലൂടെ ഒരു സമൂഹം ദൈവമേൽപ്പിച്ച ദൗത്യം ക്രിസ്തു പാപികളുടെ രക്ഷകനെന്നും അവൻ വിടുവിക്കുന്നവനെന്നുമുള്ള ഉത്തമമായ ബോധ്യം അനേകരിലേക്ക് പകരാനുള്ള ആ ദൗത്യം കൃത്യമായി ചെയ്യുന്ന ഒരു സമൂഹമായി ഈ സഭ ഇനിയും മാറാൻ ദൈവം സഹായിക്കണമേ. ഈ സഭയെയും ശുശ്രൂഷകന്മാരെയും കുടുംബങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മനസ്സ് തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഉള്ളിൽ വലിയൊരു മിഷൻ ഉണ്ടാകട്ടെ, ഒരു ദൗത്യത്തിൻ്റെ വളർച്ചയിലേക്ക് വരട്ടെ. ആമേൻ. ശത്രുവിനെ ബലിച്ച് മുന്നേറാൻ ഒരു കരുത്തിൻ്റെ മകളിൽ ആത്മാവ് ഇവരുടെ മേൽ പകരട്ടെ കർത്താവേ. അങ്ങനെ ചെയ്യും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. സമയം അനുവദിച്ച കർത്തൃദാസനോടും സഭയോടും ഉത്തരവാദിത്തപ്പെട്ടവരോടും നന്ദി പറയുന്നു. പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവസഹായം.
ഹസ്തരാധനാരകൽ